ഞങ്ങളുടെ വീട്ടിൽ ആദ്യം കയറി വന്ന ആളാണിത്. ഇവളെ ആദ്യം ഒരു കുട്ടീനെ പ്രസവിച്ചു, അതിനെ കൊടുത്തു. ഇതിനുശേഷം അടുത്ത പ്രസവത്തിൽ 2 കുട്ടികൾ. ഇനിയിപ്പോൾ ഈ കുമ്പയിൽ എത്ര ആളാണെന്നൊന്നും അറിയില്ല. ആൾ ഗർഭിണിയാണ്. അതേപോലെ ഇവർ 2 പേരും നമ്മുടെ കുട്ടിശങ്കറിനെ കൊടുക്കാറായിട്ടുണ്ട്. ഞാൻ ഇവർ ഗർഭിണികളായതിൻ്റെ ശേഷം കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോഴേക്കും അവരായിട്ടുണ്ട്. പക്ഷെ കൊടുക്കണ സമയത്താണ് നമുക്ക് വല്ലാത്തൊരു വിഷമം. കാരണം കുട്ടിയാകുമ്പോഴേ നമ്മളോട് ഒരു അടുപ്പമുള്ളൊരു ആടാണ്. കുട്ടിയാകുമ്പോഴേ നമ്മളെ കൈ കിട്ടി നമ്മളെ അത്രയ്ക്ക് സ്നേഹിച്ച് വളർത്തുന്നവരാണ്. അവരെ കൊടുക്കണ കാര്യം ആലോചിക്കുമ്പോഴും ഭയങ്കര വിഷമം. ഇപ്പം എനിക്കിതിലൊരു ലാഭം എന്ന് പറഞ്ഞത്, നമ്മുടെ കുട്ടി ശങ്കറിന് 5 മാസമായിട്ടുണ്ട്. ഈ ആൾക്ക് 3 മാസവും. ഈ 5 മാസമായ ആളും 3 മാസമായ ആളും ഒരേ ഹൈറ്റാണ്. ഇവന് നല്ല വളർച്ചയാണ്. ഇപ്പം നാടൻ ഇനത്തിൽപ്പെടില്ല. ഇത് ഒരു വലിയ ആടിൻ്റെ കുട്ടിയാണ്. നാടൻ ആടുകളിൽ ഇവൻ പെടില്ല. നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന എൻ്റെ കയ്യിലൊരാട്, വലിയൊരാട്. അപ്പോൾ അതിൻ്റെ കുട്ടിയാണ് ഇവൻ. ഞങ്ങളെന്താ വിടാത്തതെന്ന് ചോദിച്ചിട്ട് ഇവിടെ ഒരു കൂട്ടരുണ്ട്. ഇവരെ ഞാനിപ്പോൾ ഇന്ന് ഇവരെ വിടണില്ല. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മുടെ കറുമ്പിലൊപ്പം കുറുക്കൻ പാഞ്ഞിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് കുറുക്കന് കിട്ടിയില്ല. എന്തോ ഭാഗ്യത്തിന് എന്നല്ല, നമ്മുടെ ഗിനി ഇവണ്ടല്ലോ, ഇവ ആൾ സൂപ്പറാണ്. ഇവൻ കുറുക്കനെ കണ്ടേക്ക് ആകെ ഒച്ചയും വിളിയൊക്കെ ആയി. അപ്പോൾ ഞങ്ങളും പോയി നോക്കിയപ്പോൾ കുറുക്കൻ അവിടെ കറുമ്പിരപ്പോൾ ഓടാണ്. കറുമ്പിര വാല് മാത്രമേ കുറുക്കനെ കിട്ടിയുള്ളൂ. ഇവ ഒച്ചെടുത്തത് കാരണം കുറുക്കനെ കണ്ട്. അതോടെ നമ്മുടെ കറുമ്പിര രക്ഷപ്പെട്ടു. ഇപ്പോൾ ഇവരെ 2 ആളിൻ്റെ രക്ഷകൻ നമ്മുടെ ഈ ഗിനിക്കോഴിയാണ്. ഇവന് ചെവി പൊട്ടുന്ന സൗണ്ടാണെങ്കിലും കൂടിയിട്ട് എന്താ കുറുക്കൻ വരുമ്പോഴും എന്തൊരു ജീവനെ കണ്ടാലും ഇവൻ അത് അറിയിക്കും. ഒച്ച എടുത്തിട്ട് അടുക്കള ഭാഗത്തേക്ക് ഓടി വന്നിട്ടൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരും. അങ്ങനെ ഇന്നലെ കുറുക്കൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാണ്. അവളെ വാല് ഒരു തൂവലൊഴികെ ബാക്കിയൊക്കെ കുറുക്കന് കിട്ടിയിട്ടുണ്ട്. അത് കാരണം ഇന്ന് ഇവരെ പുറത്തേക്കൊന്നും വിടണില്ല.